ഹലോ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു അർത്ഥവും വരാത്ത കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നാറുണ്ടോ? അതായത് ഈ സ്മോൾ ടോക്കുകൾ. അത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന്, അല്ലെങ്കിൽ എനിക്കൊരു സോഷ്യൽ സ്കില്ലില്ലെന്ന്. എന്നാൽ സത്യമതല്ല. ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ഒരു പോരായ്മയല്ല, മറിച്ച് നിങ്ങളുടെ ഉയർന്ന ബുദ്ധിശക്തിയുടെ വളരെ കൃത്യമായ ഒരു സൈക്കോളജിക്കൽ സൈനാണ്. കേൾക്കുമ്പോൾ ചെറിയൊരു അതിശയം തോന്നുന്നുണ്ടല്ലേ? എന്നാൽ അതാണ് സത്യം. ഈ ഒരു എക്സ്പ്ലെയിനറിലൂടെ നമ്മുടെ തന്നെ തലച്ചോറിന്റെ ചില സവിശേഷതകളെ നമ്മൾ വളരെ രസകരമായി മനസ്സിലാക്കാൻ പോവാണ്. നമുക്ക് തുടങ്ങാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കൂട്ടം ആളുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ അവർ വെറുതെ ഈ കാലാവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗോസിപ്പുകളോ ഒക്കെ സംസാരിക്കുന്നത് കേട്ട് അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാലോചിച്ചു നോക്കൂ. ലിഫ്റ്റിലോ മറ്റോ വെച്ച് തീരെ പരിചയമില്ലാത്തവരോട് നിർബന്ധിതമായി ചിരിച്ച് സംസാരിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ. ഇങ്ങനെയുള്ള അർത്ഥമില്ലാത്ത സംസാരങ്ങൾ കേട്ട് വെറുതെ ഒരു ചിരി പാസാക്കി നിൽക്കുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും കടുത്ത ക്ഷീണമുണ്ടാക്കുന്നുണ്ടാകാം. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പൂർണ്ണമായും നിശബ്ദരായി പോകാറാണ് പതിവ്. അപ്പോ ഇങ്ങനെ ആളുകൾക്കിടയിൽ ഒന്നും സംസാരിക്കാതെ മിണ്ടാടിരിക്കുന്നത് കാണുമ്പോ സമൂഹം എന്തു വിചാരിക്കും? ഇയാള് ഭയങ്കര അഹങ്കാരിയാണെന്നോ അല്ലെങ്കിൽ ഒരു അസാമൂഹിക ജീവിയാണെന്നോ ഒക്കെ അവർ മുദ്രകുത്തിയേക്കാം. പക്ഷെ മനഃശാസ്ത്രം എന്താണ് പറയുന്നതെന്നറിയാമോ? നിങ്ങളുടെ ഈ നിശബ്ദത വളരെ അഡ്വാൻസ്ഡായ ഉയർന്ന ഐക്യു ഉള്ള ഒരു തലച്ചോറിന്റെ പ്രധാന ലക്ഷണമാണെന്നാണ് ശാസ്ത്രം വ്യക്തമാക്കുന്നത്. ആളുകൾ ചിന്തിക്കുന്നതും ശാസ്ത്രം പറയുന്നതും തമ്മിലുള്ള ഈ വലിയ വ്യത്യാസം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണല്ലേ? ഇതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ മനസ്സ് എപ്പോഴും ആഴവും സങ്കീർണതയും ആഗ്രഹിക്കുന്നു എന്നതാണ്. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകളുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് സാധാരണക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. അതായത് സങ്കീർണമായ ആശയങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ തലച്ചോറിനെ ഉപരിപ്ലവമായ കാര്യങ്ങൾ കേൾക്കാൻ നിർബന്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത മാനസിക തളർച്ച, ഇതിനെയാണ് നമ്മൾ മെന്റൽ ഡ്രെയിൻ അഥവാ മാനസിക ക്ഷീണം എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, മറ്റുള്ളവരെക്കുറിച്ച് വെറുതെ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ തികച്ചും നിശബ്ദനായിരിക്കാം. എന്നാൽ പെട്ടെന്ന് ആ സംസാരം മാറി സങ്കീർണമായ ശാസ്ത്രവിഷയങ്ങളിലേക്കോ പ്രപഞ്ചത്തെക്കുറിച്ചോ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഭയങ്കര ആക്റ്റീവായി സംസാരിക്കാൻ തുടങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം സാധാരണ സ്മോൾ ടോക്കുകൾ നിങ്ങളുടെ തലച്ചോറിലെ ഊർജ്ജം വല്ലാതെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങൾ കാണിക്കുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഈ വിശപ്പിനെയും ആഴത്തിലുള്ള ആശയങ്ങൾക്കായുള്ള ഈ തിരച്ചിലിനെയും ശാസ്ത്രീയമായി ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്നാണ് വിളിക്കുന്നത്. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകളിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോഗ്നിറ്റീവ് സ്വഭാവമാണിത്. നിങ്ങളുടെ തലച്ചോറിന് എപ്പോഴും പുതിയ പുതിയ അറിവുകൾ ആവശ്യമാണ്. ഇനി അടുത്തതായി, എങ്ങനെയാണ് ഇത്തരം അർത്ഥമില്ലാത്ത സംഭാഷണങ്ങൾ നിങ്ങളുടെ സാമൂഹികമായ ഊർജം അഥവാ സോഷ്യൽ എനർജി നഷ്ടപ്പെടുത്തുന്നത് എന്ന് നോക്കാം. നമ്മൾ ഉറപ്പായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും ആളുകളോട് സംസാരിക്കുമ്പോൾ ഒരേ നിരക്കിലല്ല തലച്ചോറിലെ ഊർജ്ജം നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. ഇതിനെയാണ് ഹൈ സോഷ്യൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ നാഡീവ്യൂഹം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് സാധാരണ ആളുകളെക്കാൾ കൂടുതൽ ഊർജ്ജം മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെലവാക്കേണ്ടി വരുന്നു. അർത്ഥമില്ലാത്ത കാര്യങ്ങൾ വെറും 10 മിനിറ്റ് കേട്ടിരുന്നാൽ പോലും നിങ്ങളുടെ തലച്ചോറിന് അത് വലിയൊരു ഭാരമായി മാറും. സ്വാഭാവികമായും ആ നഷ്ടപ്പെട്ട ഊർജ്ജം വീണ്ടെടുക്കാനും റീചാർജ് ചെയ്യാനും നിങ്ങൾക്ക് ഒരുപാട് സമയം ആവശ്യമായി വരികയും ചെയ്യും. ഇങ്ങനെ ഭയങ്കരമായി ഊർജ്ജം നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും നിങ്ങൾ അറിയാതെ തന്നെ ഉയർന്ന നിലവാരം ആഗ്രഹിക്കാൻ തുടങ്ങും. അതെങ്ങനെയെന്നല്ലേ? ഈ ഊർജ്ജനഷ്ടം കാരണം ബുദ്ധിമാന്മാരായ ആളുകൾ എങ്ങനെയാണ് അവരുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് ആളുകളുടെ കൂടെ നിന്ന് വെറുതെ വ്യാജമായി ചിരിച്ച് മാനസികമായി തളരുന്നതിനേക്കാൾ അവരെപ്പോഴും ക്വാളിറ്റിയുള്ള യഥാർത്ഥ ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഉപരിപ്ലവമായ സൗഹൃദങ്ങൾ നിങ്ങളുടെ മാനസിക ഊർജ്ജം നശിപ്പിക്കുമ്പോൾ അർത്ഥവത്തായ ബന്ധങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഉത്തേജനം നൽകുന്നു. അതുകൊണ്ടുതന്നെ വെറുതെ സ്മോൾ ടോക്കുകൾ നടത്തി സമയം കളയുന്നതിനേക്കാൾ പൂർണ്ണമായും ഒറ്റയ്ക്ക് നിൽക്കാൻ അവർ തീരുമാനിക്കുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ ഇവരിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇവരുടെ ആഴത്തിലുള്ള ഉള്ളിലെ ലോകത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചുറ്റുമുള്ളവർ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ബുദ്ധിമാന്മാരായ ആളുകളുടെ ചിന്തകളും വികാരങ്ങളും എപ്പോഴും വളരെ തീവ്രമായിരിക്കും.
അവരുടെ തലച്ചോറിൽ ഒരേ സമയം പല പല ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു അലങ്കോലമായ അവസ്ഥയാണെന്ന് തോന്നാമെങ്കിലും സത്യത്തിൽ ഇത് വളരെ പ്രൊഡക്റ്റീവായ ഒരു തരം ഓവർ തിങ്കിംഗ് ആണ്. നിങ്ങളുടെ മനസ്സ് എപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും വളരെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ തലച്ചോറ് ഇതിനകം തന്നെ ഇത്രയും സങ്കീർണമായ ചിന്തകളിലൂടെ കടന്നുപോകുന്ന സമയത്ത് പുറത്തു നടക്കുന്ന വെറുമൊരു സാധാരണ സ്മോൾ ടോക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെയാണ് കോഗ്നിറ്റീവ് ഓവർലോഡ് ഉണ്ടാകുന്നത്. അതായത് തലച്ചോറിന് താങ്ങാൻ കഴിയാത്തത്ര മാനസിക സമ്മർദ്ദം. ഇങ്ങനെയുള്ള അർത്ഥമില്ലാത്ത സംസാരങ്ങൾ നിങ്ങൾക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒന്നായി മാറുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങൾ അവിടെ ഫിസിക്കലി ഉണ്ടാകുമെങ്കിലും മെന്റലി നിങ്ങൾ വളരെ ദൂരെ എവിടെയോ ആയിരിക്കും. ഈയൊരു അവസ്ഥയിൽ നിന്നാണ് ഏകാന്തതയും സർഗാത്മക ചിന്തയും തമ്മിലുള്ള ശക്തമായ ബന്ധം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിൽ പലരും ഒറ്റയ്ക്കിരിക്കുന്നതിനെ വെറുമൊരു ഏകാന്തതയോ അല്ലെങ്കിൽ ഒറ്റപ്പെടലോ ആയിട്ടാണ് കാണാറുള്ളത്. എന്നാൽ ബുദ്ധിശക്തിയുള്ള ഒരു തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്കിരിക്കുക എന്നത് ശരിക്കും ഒരു ബയോളജിക്കൽ ആവശ്യമാണ്. ബ്രിട്ടീഷ് ജേർണൽ ഓഫ് സൈക്കോളജിയിലെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകൾ എപ്പോഴും മറ്റുള്ളവരുമായി നിരന്തരം ഇടപഴകുന്നതിന് പകരം ആഴത്തിലുള്ള ചിന്തകൾക്ക് സ്പേസ് ആഗ്രഹിക്കുന്നു. ഇത് വെറുമൊരു തോന്നലല്ല, നിങ്ങളുടെ പല വൈകാരിക അനുഭവങ്ങളെയും പൂർണ്ണമായും ശരിവെക്കുന്ന വളരെ ശക്തമായ ഒരു സയന്റിഫിക് ഫാക്റ്റാണിത്. ഇനി നിങ്ങൾ ബഹളങ്ങളിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ആ ഏകാന്തതയിലേക്ക് കടക്കുമ്പോൾ തന്നെ തലച്ചോറിലെ ക്രിയേറ്റീവ് നെറ്റ്വർക്കുകൾ വളരെ വേഗത്തിൽ സജീവമാകും. പ്രശ്നപരിഹരണശേഷി വർദ്ധിക്കും. ഇത് യാതൊരു തടസ്സങ്ങളുമില്ലാതെ കൂടുതൽ ആഴത്തിലുള്ള ചിന്തകളിലേക്കെത്താൻ നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിനെ കൂടുതൽ ഷാർപ്പാക്കാനുള്ളൊരു വഴിയാണ്. അപ്പോൾ ഈയൊരു എക്സ്പ്ലെയിനറിൽ നിന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. അനാവശ്യ സംസാരങ്ങൾ കേൾക്കുമ്പോൾ അവിടുന്ന് മാറി നിൽക്കാൻ തോന്നിയാൽ അതോർത്ത് ഇനി മുതൽ സ്വയം കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ തലച്ചോറിന് ഒരു തകരാറുമില്ല. അത് വലിയ കാര്യങ്ങൾ ചിന്തിക്കാനും വലിയ കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ ആഴത്തിൽ പ്രവർത്തിക്കാനും വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇനി നിങ്ങളെ സുഹൃത്തുക്കൾക്കിടയിലോ ഓഫീസിലോ അനാവശ്യ സംസാരങ്ങൾ നടക്കുമ്പോൾ അവിടെ നിശബ്ദനായി ഇരിക്കുന്നതിനെ ഓർത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുമോ? അതോ നിങ്ങളുടെ ഉയർന്ന ബുദ്ധിശക്തിയുടെ അടയാളമായി അതിനെ അഭിമാനത്തോടെ തിരിച്ചറിയുമോ? നിങ്ങളുടെ അടുത്ത സോഷ്യൽ ഇന്ററാക്ഷനിൽ ഈ സൈക്കോളജിക്കൽ സത്യങ്ങൾ സ്വയം നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു കിടിലൻ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.